കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ആദ്യമായി ബി.ജെ.പി. അക്കൗണ്ട് തുറന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നുവോ? സുരേഷ് ഗോപിയുടെ വിജയം ഒരു മികച്ച വിജയമായില്ലെന്നും ആക്ഷേപങ്ങളും പല പരാമർശങ്ങളും അതിനെതിരെ വരുന്നുവെന്നും ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം പോലും ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. പോലീസ് ഇടപെട്ട് പൂരം കലക്കിയെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക്, അതേപ്പറ്റി അന്വേഷണം നടക്കുന്ന സ്ഥിതിക്ക് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ തിളക്കം മാഞ്ഞു പോകുന്നുവോ എന്നതാണ് ഇപ്പോഴത്തെ ചിന്താഗതി. ഒരർത്ഥത്തിൽ തിളക്കമാർന്ന ഒരു വിജയം അവകാശപ്പെടാമായിരുന്ന സുരേഷ് ഗോപിയുടെ ജയം 86,000-ഓളം വോട്ടിന് തൃശ്ശൂർ ലോക്സഭയിലേക്ക് നേടിയെടുത്ത വിജയം സത്യത്തിൽ ഒരു ഗൂഢാലോചനയായിരുന്നുവെന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പലർക്കും സംശയം ഉണ്ടാകുന്നത്. പൂരം കലക്കി നേടിയ വിജയം, ഈ നാട്ടിലെ ജനങ്ങളെല്ലാം നെഞ്ചേറ്റുന്ന പൂരത്തെ അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ തൃശ്ശൂരിൽ കളമൊരുക്കിയത് പോലീസിന്റെ ഒത്താശയോടാണ് എന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ വിജയത്തിന് വിശുദ്ധി പോരാ, തിളക്കം പോരാ എന്ന ചിന്താഗതി ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിലും ദേശീയ നേതൃത്വത്തിലും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. എന്താ സംഭവിച്ചത്? ഏറ്റവും അവസാനം സുരേഷ് ഗോപിക്കെതിരെ CPIയുടെ മണ്ഡലം സെക്രട്ടറി കേസ് പോലീസിൽ കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം CPIയുടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം സെക്രട്ടറി CPIയുടെ നേതാവ് കൂടിയായ KP സുമേഷാണ് പോലീസിൽ പരാതി സുരേഷ് ഗോപിക്കെതിരെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പരാതി? അതായത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വക ഒത്താശയോടെ, അവരുടെ പിന്തുണയോടെ പൂരം നിർത്തിവയ്ക്കാൻ BJP കളിച്ചു, പോലീസും ചേർന്ന് കളിച്ചു. പൂരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രഖ്യാപിക്കുന്നു. പാതിരാത്രി കഴിയുന്നു. ഇതിനുശേഷം നാടകീയമായിട്ട് സേവാഭാരതിയുടെ ആംബുലൻസിൽ ഈ തിരുവമ്പാടി ഭാഗത്തു നിന്ന് സുരേഷ് ഗോപി എത്തുന്നു, ആംബുലൻസിലെത്തുന്നു. പാതിരാത്രി കഴിഞ്ഞ് വന്ന് അവിടെ വന്ന സംഘാടകരുമായിട്ട് സംസാരിക്കുന്നു. പൂരം നടത്തിക്കൊണ്ടു പോകാനുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു. അങ്ങനെ സുരേഷ് ഗോപി ഇടപെട്ട് പൂരം നിർത്തിവെച്ച പൂരം വീണ്ടും നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മൈലേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്ന പ്രധാന കാര്യം. ഒന്നത്, ഇതിനകത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം കൂടിയുണ്ട്. ഒരു ആംബുലൻസ് ഒരു രോഗിയോ അല്ലെ ഒരു മൃതദേഹമോ കൊണ്ടുപോകാൻ, ഒരു രോഗിയെ കൊണ്ടുപോകാനോ ആശുപത്രിയിലേക്ക് അല്ലെ തിരിച്ചോ അല്ലെ ഒരു മൃതദേഹം കൊണ്ടുപോകാനോ ആംബുലൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആംബുലൻസ് സുരേഷ് ഗോപി ഉപയോഗിച്ചത് ചട്ടവിരുദ്ധമാണ് എന്നാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. ഒരു ആംബുലൻസ്, അത് ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിക്ക് അങ്ങനെ ഉപയോഗിക്കാനേ പാടില്ല. അത് കൃത്യമായ ചട്ടലംഘനമാണ്. അതിൻ്റെ പേരിൽ കേസെടുക്കണം എന്നാണ് ഇപ്പോൾ പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഏപ്രിൽ 26-നാണ് ലോക്സഭാ ഇലക്ഷൻ നടന്നത് തൃശ്ശൂരിൽ ഉൾപ്പെടെ. നമുക്കറിയാം, ഏപ്രിൽ 20-നായിരുന്നു തൃശ്ശൂർ പൂരം. അപ്പോൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് 5 ദിവസം മാത്രമേ ഉള്ളൂ ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ. അവിടെ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥി. പൂരപ്പറമ്പിൽ വെളുപ്പിന് പാതിരാത്രി കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നത് എന്തിന്? ആര് പറഞ്ഞിട്ട് വന്നു? സേവാഭാരതി എന്ന് പറഞ്ഞാൽ ഏത് സംഘടനയാണ്? RSSന്റെ പോഷക സംഘടനയാണ്. അവരുടെ ആംബുലൻസാണ് സേവാഭാരതി ആംബുലൻസ്. ഈ ആംബുലൻസ് എങ്ങനെ സുരേഷ് ഗോപിക്ക് കിട്ടി? എങ്ങനെ തിരുവമ്പാടി ദേവസ്വം ഇതുമായിട്ട് ഒത്തുകളിച്ചു? എങ്ങനെ പോലീസ് തലപ്പത്തിരിക്കുന്നവർ പൂരം കലക്കാൻ വേണ്ടി വെടിക്കെട്ട് നീട്ടിവെക്കാനും ഒക്കെ ശ്രമിച്ചത് എന്തുകൊണ്ട്? അപ്പോൾ BJPക്കും സുരേഷ് ഗോപിക്കും ഒരു വിജയമൊരുക്കി കൊടുക്കാൻ എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടു, പൂരം നിർത്തിവെക്കപ്പെട്ടു. എന്നിട്ട് രക്ഷകനായിട്ട് സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നിറങ്ങുക. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണെന്നാണോ ഇവർ വിചാരിക്കുന്നത്? ഇത്രയും നടന്നിട്ടും, പൂരം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഇതിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തോ? ഇനി കേസ് ഇപ്പോൾ CPIയുടെ നേതാവ് KB സുമേഷ് കേസ് കൊടുത്തു, സുരേഷ് ഗോപിക്കെതിരെ കൊടുത്തുവെങ്കിലും അത് മതിയോ?
ഇത്രയും ദിവസമായിട്ട് സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തി എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? ഇല്ല. എന്തേ ആരും വിഷയം ഉന്നയിക്കാതിരുന്നത്? 86,000-ഓളം വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു തൃശ്ശൂർ, അതുകൊണ്ട് ഇനി ആരും ഒന്നും മിണ്ടണ്ട എന്നാണോ? ഇത് വളഞ്ഞ വഴിയിൽ കൂടെ നേടിയ വിജയമല്ലേ? ഈ 86,000 വോട്ട് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം കിട്ടിയതിൽ UDF-ന്ന് ചോർന്നു പോയ വോട്ടുകൾ എത്രയാ? അവിടെ DCC അല്ലെ KPCCയുടെ അന്വേഷണ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇടതുപക്ഷത്തിന് വോട്ട് ചോർന്നു പോയിട്ടില്ല. വോട്ട് ചോർന്നത് എവിടെയാണ്? എവിടെയാണ് അട്ടിമറി നടന്നത്? എവിടെയാണ് പൂരം കലക്കിയത്? ആർക്കു വേണ്ടിയാണ് കലക്കിയത്? അങ്ങനെ ഒരു പൂരം കലക്കി സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ MP ആയെങ്കിൽ ആ MP സ്ഥാനത്തിന് മഹത്വം കുറവാണെന്ന് ഞങ്ങൾ പറയും. ആ ജയത്തിന് തിളക്കമില്ല. ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, BJP തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപി ഇങ്ങനെ ജയിക്കേണ്ടുന്ന സാഹചര്യം വേണ്ടായിരുന്നു. ഇതൊരു നാണം കെട്ട വിജയമായി പോയി. വിജയം പലപ്പോഴും അഭിമാനമുള്ളതാകുമ്പോൾ ഇവിടെ ഒരു നാണം കെട്ട വിജയം എങ്ങനെ വരുന്നു? BJP പോലും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കും? അപ്പൊ സുരേഷ് ഗോപിക്ക് വേണ്ടി പരവതാനി വിരിച്ചു കൊടുക്കാൻ തയ്യാറായവർ ആരൊക്കെ? പോലീസിൽ നിന്ന് ആരൊക്കെ? ദേവസ്വത്തിൽ നിന്ന് ആരൊക്കെ? ഇവരും BJP RSS നേതാക്കളുമായുള്ള ഗൂഢാലോചന എങ്ങനെ? ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ പലതവണ BJP RSS നേതാക്കളെ കണ്ടതെന്തിന്? ഒരു സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് വിചാരിച്ചാൽ മാത്രം പൂരം അട്ടിമറിക്കാൻ പറ്റുമോ? അതിന് 4 ദിവസം മുമ്പ് തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ അവിടെ ക്യാമ്പ് ചെയ്ത് ഈ പൂരം അട്ടിമറിക്കാൻ പോലീസ് സന്നാഹത്തിലെല്ലാം അഴിച്ചുപണി നടത്തിയത് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ലേ? പിന്നെ സിറ്റി പോലീസ് കമ്മീഷണറെ മാത്രം പ്രതിയാക്കിയാൽ മതിയോ? അല്ലെ കുറെ പോലീസുകാരെ മാത്രം പ്രതിയാക്കിയാൽ മതിയോ? ഇതിന്റെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സർക്കാരിന് കിട്ടിയിട്ട് അത് പുറത്തുവിട്ടിട്ട് അത് ചർച്ചയാവട്ടെ. ഇവിടെ BJPയും CPM തമ്മിൽ അന്തർധാര സജീവമായിരുന്നു തൃശ്ശൂരിൽ. അങ്ങനെ ഒരു സീറ്റിൽ തൃശ്ശൂരിൽ BJPയെ ജയിപ്പിച്ചു CPM-ന്റെ പിന്തുണയോടെ രഹസ്യമായിട്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ CPM-ന്റെയും CPI-യുടെയും ആവശ്യമാണ്. അപ്പൊ തൃശ്ശൂർ പൂരം ഒരു ചോദ്യചിഹ്നമാണ് സുരേഷ് ഗോപിയുടെ ജയവുമായി ബന്ധപ്പെട്ട്. ഈ വിജയത്തിന് തിളക്കം പോരാ എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ അവിടെ കളിച്ചു എന്നുള്ളതിൻ്റെ സർവ്വ വിശദാംശങ്ങളും അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ കൊടുത്ത പോലീസ് കേസ് അതിനെ സഹായിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.